ഇങ്ങനെ ഒരു മുതലാളിയും തൊഴിലാളിയും വേറെ ഉണ്ടാവുമോ? ഹൃദയങ്ങളെ പകുത്തി ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് സൗഹൃദത്തിന്റെ സകല സുഗന്ധങ്ങളും പരത്തി രണ്ടുപേര്. ലോറി മുതലാളി മനാഫും ലോറി ഡ്രൈവർ അർജുനും. അർജുന്റെയും മനാഫിന്റെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും വലിയ അടയാളങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട ഡ്രൈവർ ശിരൂരിലെ ഗംഗാവലി പുഴയിലെ ആഴങ്ങളിലേക്ക് അമർന്നപ്പോൾ മനാഫ് അനുഭവിച്ച വേദന, ആ സങ്കടം, അദ്ദേഹത്തിന്റെ കണ്ണീരുകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. 72 ദിവസവും ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് നോക്കി നിന്ന തന്റെ പ്രിയപ്പെട്ട ഡ്രൈവറെ ഒന്ന് ആഴങ്ങളിൽ നിന്നൊന്നെടുത്ത് അർജുന്റെ അമ്മയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി മനാഫ് സഹിച്ച ത്യാഗങ്ങൾ ഒക്കെ നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. എത്ര മനോഹരമാണ് ഈ മുതലാളിയുടെയും തൊഴിലാളിയുടെയും സ്നേഹവും സൗഹൃദവും. ഉദ്ദേശിച്ചിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടത്തിൽ മുതലാളിയും തൊഴിലാളികളും തമ്മിലുള്ള അകലം, അകൽച്ച, തർക്കം ഒക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒരു ഡ്രൈവറോട് ഒരു ലോറി ഉടമ കാണിച്ച അതിരറ്റ സ്നേഹത്തിന്റെ മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ. അത് സൗഹൃദത്തിന്റെ വലിയ അടയാളങ്ങളായിട്ട് മാറുകയാണ്. ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കഴിയും അതിന്റെ പരമാവധി നമ്മൾ ചെയ്തു. സ്നേഹവും നന്മയും സന്തോഷവും ഒക്കെ കൂടിച്ചേരുന്ന രണ്ടുപേരുടെ ഈ കഥ മലയാളക്കരയിൽ നിന്ന് ലോകമാകെ പരക്കുകയാണ്. മനാഫ് എത്രമാത്രം അർജുനെ സ്നേഹിച്ചിട്ടുണ്ട്, അർജുൻ തിരികെയും. ഇപ്പോൾ ആ സൗഹൃദ ബന്ധത്തിൽ നിന്ന്, മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ആ വലിയ സൗഹൃദ ബന്ധത്തിൽ നിന്ന് അർജുൻ പോയി. ഗംഗാവലി പുഴ അർജുന്റെ ജീവൻ കവർന്നെടുത്തു. ഇപ്പോൾ മനാഫ് തനിച്ചാണ്.